ഓം ശ്രീ സായിറാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ശതകോടി പ്രണാമം. ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ ഭാഗവതവാഹിനി അധ്യായം 38. കാളിയൻ എന്ന സർപ്പം. ശ്രീ ശുഗൻ പറഞ്ഞു, രാജാവേ, ഈ ചരിത്രപ്രധാനമായ സംഭവം കേട്ടാലും ഈശ്വരൻ വെറും വിളയാട്ടത്തിനായി ഗോപാലൻ എന്ന ബാലൻ്റെ രൂപത്തിൽ ജനിച്ചു. അവന് മറ്റാരോടും താൻ ചെയ്ത ലീലകളെപ്പറ്റി അവയ്ക്കു മുമ്പോ അവ നടന്നതിനു ശേഷമോ പറയുന്ന ശീലം ഉണ്ടായിരുന്നില്ല. 5 വയസ്സ് പ്രായമായിരുന്നപ്പോൾ ഒരുനാൾ അവൻ മാതാക്കന്മാരുടെയും സഹോദരൻ്റെയും കണ്ണു വെട്ടിച്ചുകൊണ്ട് യമുനാ തീരത്തിലേക്ക് പശുക്കളോടും പശുപാലകന്മാരോടും കൂടി പോയി. സാധാരണയായി ജ്യേഷ്ഠ സഹോദരൻ കൂടെ പോകുമായിരുന്നു. എന്നാൽ അന്നേ ദിവസം അനുജൻ എവിടെയാണെന്ന് പോയതെന്ന് പോലും ബലരാമന് അറിയില്ലായിരുന്നു. നദിയിലെ അഗാധമായ ഒരു ഭാഗത്തേക്കാണ് പ്രയാണം. ആ കയത്തിനരികെ അധികമാരും പോകാറുണ്ടായിരുന്നില്ല. ആ കയത്തിന് അശുഭമായ ഒരു ചരിത്രമുണ്ട്. അതുപോലെയുള്ള മറ്റു കയങ്ങൾക്കൊക്കെ വെള്ളം കെട്ടി നിൽക്കും, ചളിയുള്ളതുമായിരുന്നു. പക്ഷേ ഇതിലെ ജലത്തിനു മാത്രം നീല നിറവും തിളയ്ക്കുന്ന ചൂടുമായിരുന്നു. ബുൽബുദങ്ങൾ താഴെ നിന്നും ഉയർന്നു പൊട്ടി. നീരാവി മേലോട്ടേക്ക് ഉയർന്ന് വായുവിൽ പുക പോലെ തങ്ങി നിന്നിരുന്നു. ആ വായു ശ്വസിച്ച മനുഷ്യരെല്ലാം മരിച്ചു പോകുമായിരുന്നു. അതിൻ്റെ മീതെ കൂടെ സഞ്ചരിക്കുന്ന പറവകൾ കൂടി വായുവിലെ ധൂമങ്ങൾ വിശ്വസിച്ച് പിടഞ്ഞു വീണു ചത്തുപോകുമായിരുന്നു. ഗോകുലവാസികൾക്കെല്ലാം ഈ കയത്തെപ്പറ്റി അറിയാം. അതിനാൽ അവർ അതിനരികെ പോകാറുണ്ടായിരുന്നില്ല എന്നു മാത്രമല്ല, പൈതങ്ങളോട് ആ കയത്തെപ്പറ്റി ജാഗ്രത പുലർത്തുവാനും പൈക്കളും കിടാങ്ങളും അരികെ പോകാതെ നോക്കാനും പറഞ്ഞിരുന്നു. അങ്ങോട്ട് ചെല്ലാൻ ഭാവിച്ച കൃഷ്ണനെ അരുതെന്ന് പറഞ്ഞ് വിലക്കുവാൻ ചങ്ങാതിമാർ ശ്രമിച്ചു. അവൻ കൂട്ടാക്കിയില്ല. ഞാനിതിൽ നീന്താൻ പോവുകയാണ് എന്ന് പറഞ്ഞ് കൃഷ്ണൻ അതിനരികത്ത് നിന്നിരുന്ന ഒരു മരത്തിൽ കയറി ദുരിതക്കുഴിയിലേക്ക് എടുത്തു ചാടി. കുറേ നേരത്തേക്ക് അവൻ പൊന്തി വന്നില്ല. ഗോപന്മാർ തങ്ങളുടെ പ്രാണനായ കൃഷ്ണൻ ഇങ്ങനെ അദൃശ്യമായത് കണ്ട് പേടിച്ചു വിറയ്ക്കാൻ തുടങ്ങി. അവർ കുളത്തിനു ചുറ്റും കൂടി നിന്ന് വ്യസനാക്രാന്തരായി കൃഷ്ണ കൃഷ്ണ എന്നുറക്കെ വിളിച്ചു കരയുവാൻ തുടങ്ങി. അല്പനേരം കഴിഞ്ഞപ്പോൾ ഉണ്ണി പുറത്തു വന്നു. അവൻ കൈവീശി നീന്തി ജലത്തെയാകെ ഭൂകമ്പം വന്നാലെന്ന മട്ടിൽ കലക്കി മറിച്ചു. പെട്ടെന്ന് അവൻ്റെ പിന്നാലെ ഒരു പടുകൂറ്റൻ നാഗൻ നീന്തി വരുന്നത് കണ്ടു. അത് വിഷം വമിക്കുന്നുണ്ടായിരുന്നു. ഒരു അഗ്നിപർവ്വതം കണക്കെ അഗ്നി വമിക്കുന്നുണ്ടായിരുന്നു. കുട്ടികൾക്ക് ഈ ഭയങ്കര ദൃശ്യം കണ്ട് നിൽക്കുവാൻ കഴിഞ്ഞില്ല. അവർ മനോവേദന ഒതുക്കുവാൻ വയ്യാതെ കൃഷ്ണ, ഉണ്ണി, വായോ വായോ, ഈ വഴിക്ക് വായോ, ഈ ഭാഗത്തേക്ക് വായോ എന്നൊക്കെ ഉറക്കെ കൂവാൻ തുടങ്ങി. അവരുടെ ദീനരോദനം കേൾക്കാത്ത മട്ടിൽ കൃഷ്ണൻ നീന്തിക്കൊണ്ടിരുന്നു. അവൻ കുളത്തിൽ ആനന്ദത്തോടും ഉത്സാഹത്തോടും കൂടി നീന്തി തുടിച്ചു. ഒടുവിൽ കാളിയൻ ഇളകിമറിയുന്ന ഓളങ്ങൾക്കിടയിലൂടെ കൃഷ്ണൻ്റെ അരികെ എത്തുക തന്നെ ചെയ്തു. അത് കുട്ടിയുടെ ദേഹത്തെ കയറുപോലെ ചുറ്റി ക്രമേണ മുറുക്കുവാൻ തുടങ്ങി. ഇത് കണ്ട കുറേ പേർ ഗോകുലത്തിലേക്ക് മിന്നൽ വേഗത്തിൽ പാഞ്ഞു. കൃഷ്ണൻ്റെ മാതാപിതാക്കളോട് വിതുമ്പിക്കരഞ്ഞുകൊണ്ട് ഈ വിവരം അവർ അറിയിച്ചു. ഉടനടി യശോദയും നന്ദഗോപനും കൃഷ്ണന് എന്ത് അത്യാഹിതം വന്നുപിണഞ്ഞു എന്ന് പേടിച്ച് ഗോകുലവാസികളുടെ കൂടെ വിഷമയമായ ജലം നിറഞ്ഞ കയത്തിലേക്ക് ഓടി. ബലരാമനും കൂടെയുണ്ടായിരുന്നു. കൃഷ്ണൻ്റെ അതിരി കടന്ന സാമർഥ്യവും അമിതശക്തിയും അറിയുന്ന ബലരാമൻ അവരെ ശാന്തരാക്കി സമാശ്വസിപ്പിച്ചു. സ്വല്പം സമയത്തിനുള്ളിൽ ആ കയത്തിന് ചുറ്റുപാടും ജനങ്ങൾ തിങ്ങി നിറഞ്ഞു. ഏവരും കൃഷ്ണ കൃഷ്ണ, ഉണ്ണി എന്നുറക്കെ വിളിക്കുകയായിരുന്നു. ആ പടുകൂറ്റൻ നാഗത്തിൻ്റെ ചുരുളുകൾക്കുള്ളിൽ കുടുങ്ങിയ കൃഷ്ണനെ കണ്ടപ്പോൾ പലരും ബോധമറ്റു വീണു. ആ നാഗമോ വിഷജ്വാല വമിക്കുകയായിരുന്നു. അവരെ ഒരുവിധം സമാശ്വസിപ്പിച്ച് ശാന്തമാക്കിയപ്പോൾ അവർ പിന്നെയും കൃഷ്ണനെ വിളിച്ചു കരഞ്ഞു. ഈ കൊടും സർപ്പം ഇത്രയും നാൾ എവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു? ഇപ്പോഴെന്തിനു പുറത്തേക്ക് വന്നു എന്ന് യശോദ നിരാശയോടെ കരഞ്ഞു പറഞ്ഞു. സഹാക്കളിൽ ചിലർ ഈ ദുഷ്ടസർപ്പത്തിനെ ഓമനക്കണ്ണനെ ഉപദ്രവിക്കുന്നതിന് പകരം ഞങ്ങളെ ദംശിക്കാമായിരുന്നില്ലേ? ചില ഗോപകന്യകമാർ സ്വയം കയത്തിൽ ചാടാൻ തയ്യാറായി. ഈ കരാള നാഗം കൃഷ്ണനെയും ഉപേക്ഷിച്ച് തങ്ങളെ പിടിച്ചോട്ടെ, കൃഷ്ണനെ രക്ഷിക്കുന്നതിന് തങ്ങൾ ജീവൻ ബലി കഴിക്കുവാൻ തയ്യാറാണ്. പക്ഷേ ബലരാമൻ തടഞ്ഞു. ഉണ്ണി ഒരു ഉപദ്രവവും ഏൽക്കാതെ മടങ്ങും. കണ്ടോളൂ, ഈ ഊറ്റവും ഒരു ഊനവും അവന് ചുറ്റുകയില്ല.
പറ്റുകയില്ല. ബലരാമൻ വിളിച്ചു പറഞ്ഞു, ഉണ്ണി കൃഷ്ണ, ഞങ്ങളുടെ അരികത്തേക്ക് വായോ. ഗോപികമാർ ഏറെ പേർ കൃഷ്ണൻ ജയിക്കണേ എന്ന് ഹൃദയപൂർവ്വം ഈശ്വരനോട് പ്രാർത്ഥിച്ചു. കൃഷ്ണൻ്റെ രക്ഷ ലോകത്തിൻ്റെ തന്നെ രക്ഷയാണ്. ഞങ്ങളുടെ കൃഷ്ണൻ പ്രപഞ്ച നായകനാണ്. അതിനാൽ കൃഷ്ണൻ സർപ്പത്തിനിൽ വീർപ്പ് മുട്ടിക്കുന്ന ഞെരുക്കലിൽ നിന്നും രക്ഷപ്പെടണേ എന്ന് അവർ പ്രാർത്ഥിച്ചു. കൃഷ്ണനെ രക്ഷിക്കണേ എന്ന അവരുടെ പ്രാർത്ഥന കൃഷ്ണനോട് തന്നെയാണല്ലോ. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കെ തന്നെ അവർ കണ്ണു തുറന്ന് കൃഷ്ണൻ രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്നു എന്ന് വെമ്പലോട് നോക്കുന്നുണ്ടായിരുന്നു. ഓ രാജാവേ, ഞാൻ ആ രംഗം ചിന്തിച്ച് അതിനെ എങ്ങനെ വർണ്ണിക്കും? ശ്രീശുകന് കഥനം തുടരുവാൻ കഴിഞ്ഞില്ല. ഹൃദയത്തിൽ നിന്നുയർന്നു വന്ന ശോകം, ആനന്ദം, ആരാധന, അത്യത്ഭുതം എന്നിവയുടെ പ്രവാഹത്തെ അദ്ദേഹത്തിന് അടക്കാൻ കഴിഞ്ഞില്ല. കണ്ണുകളിൽ നിന്നും ഒഴുകി വീഴുന്ന അശ്രുപ്രവാഹം മഹർഷി പാണീതലങ്ങൾ കൊണ്ട് മറച്ചു വെച്ചെങ്കിലും ഫലമുണ്ടായില്ല. പരീക്ഷിത്ത് ഇത് കണ്ടു പറഞ്ഞു, ഗുരുനാഥ, ഇത്ര ആശ്ചര്യകരം. പിന്നീട് എന്തു സംഭവിച്ചു? അങ്ങ് ഇങ്ങനെ പരിതപിക്കാൻ തക്കവണ്ണം പിന്നീട് എന്തുണ്ടായി? വേഗം പറയൂ. ശ്രീശുകൻ കാഷായാമ്പരത്തുമ്പുകൊണ്ട് കണ്ണു തുടച്ചു പ്രജ്ഞ സ്ഥിരമാക്കി പറഞ്ഞു, രാജൻ, ഒരു അപകടവും സംഭവിച്ചില്ല. എങ്കിലും ഈ അത്ഭുതം നടന്നു. കൃഷ്ണൻ അതിവേഗത്തിൽ ഭീമാകൃതി പൂണ്ടു. ഉയരം, വണ്ണം ഇതെല്ലാം ശതമടങ്ങ് വർദ്ധിച്ചു. നാഗം ഓരോ ചുറ്റായി അഴിഞ്ഞഴിഞ്ഞുപോയി. തങ്ങളുടെ കണ്ണിനു മുമ്പാകെ ഉണ്ണി ഭീമാകൃതി പൂണ്ടുവരുന്നത് കണ്ട് ഗോപന്മാർ സ്തബ്ധരായി, ആനന്ദമഗ്നരായി. ഒടുവിൽ നാഗത്തിനെ പിടിവിടേണ്ടി വന്നു. ഒരു വക ഉപദ്രവവും ചെയ്യാനുള്ള ശരീരശക്തി ഇല്ലാതെയായി. എന്നാലും അതിൻ്റെ ഉഗ്രകോപം ശമിച്ചില്ല. അതിനാൽ വെള്ളത്തിലും വായുവിലും വിഷം വമിച്ചുകൊണ്ടിരുന്നു. കൃഷ്ണനെ നശിപ്പിക്കാനുള്ള തൃഷ്ണ ശമിച്ചിട്ടില്ല എന്ന മട്ടിൽ അത് ഇടയ്ക്കിടയ്ക്ക് ഫണങ്ങൾ പൊക്കി തീക്ഷ്ണമായി നോക്കുന്നുണ്ടായിരുന്നു. അതിനിടയിൽ കൃഷ്ണൻ കാളിയൻ്റെ വായിൽ പിടികൂടി തലയ്ക്കുമീതെ വട്ടത്തിൽ വീശി. അതിനിടയിൽ കൃഷ്ണൻ കാളിയൻ്റെ വാലിൽ പിടികൂടി തലയ്ക്കുമീതെ വട്ടത്തിൽ വീശി ജലപ്പരപ്പിൽ അടിച്ചടിച്ചുകൊണ്ടിരുന്നു. ഇത് സർപ്പത്തിന് തല താഴ്ത്താതെ നിവർത്തിയില്ല എന്ന അവസ്ഥയിലെത്തിച്ചു. എന്നാലും കാളിയൻ തൻ്റെ ഫണങ്ങളെ കഠിന പ്രയത്നത്താൽ ജലോപരി പൊക്കിപ്പിടിച്ചു. എപ്പോൾ കൃഷ്ണൻ ഫണത്തിനുമീതെ ചാടി കയറി ഒരു കൈയിൽ വാൽ പിടിച്ച് ഫണനിരകളിൽ ചവിട്ടി നൃത്തം ചെയ്യുവാൻ തുടങ്ങി. ഒരു ഫണത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പാദം വയ്ക്കുന്ന കൃഷ്ണൻ്റെ ഭാരം സർപ്പത്തിന് താങ്ങാൻ കെൽപ്പില്ലാതെയായി. അതിൻ്റെ മൂക്കിൽ നിന്നും വായിൽ നിന്നും ചോര വാർന്നുകൊണ്ടിരുന്നു. അത് ഞെരുങ്ങി ശബ്ദം പുറപ്പെടുവിച്ചു. ശ്വാസം വിടാൻ സാധിക്കാതെയായി, മരിക്കാറായി. അത് കണ്ടപ്പോൾ കരയ്ക്ക് നിന്നിരുന്ന ഗോകുലവാസികൾ മനോധൈര്യവും ആനന്ദത്തോടും കൃഷ്ണ, കരയ്ക്ക് കയറി വരൂ. നീ ഞങ്ങളേവരെയും ഈ ക്രൂര രക്ഷസിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ദുർഘടം അവസാനിച്ചല്ലോ. നിനക്ക് ജയം ലഭിച്ചു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഫലിച്ചു. ഞങ്ങളുടെ സൽക്കർമ്മങ്ങൾ സഫലമായി. കാര്യങ്ങളുടെ വിജയകരമായ പര്യവസാനം കണ്ട് ഗോകുലവാസികൾ ആഹ്ലാദിക്കുമ്പോൾ ആ ദുഷ്ടനാഗത്തിൻ്റെ പത്നിമാർ കയത്തിൻ്റെ അടിയിൽ നിന്നും പൊങ്ങി വന്നു. അവർ സഹിക്കാൻ വയ്യാത്ത വ്യസനത്തോടെ വിങ്ങിപ്പൊട്ടി കരയുകയായിരുന്നു. കൃഷ്ണപാദത്തിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് അവർ പറഞ്ഞു, സ്വാമി, അവിടുന്ന് ശിഷ്ട സംരക്ഷണത്തിന് ദുഷ്ടനിഗ്രഹത്തിനുമായി അവതരിച്ചിരിക്കുകയാണല്ലോ. അതിനാൽ ഈ രാക്ഷസനെ മർദ്ദിച്ചതും അവൻ്റെ ഡംഭം ശമിപ്പിച്ചതും ന്യായം തന്നെ. താങ്കൾ അവതാരോദ്ദേശം നിറവേറ്റി. പക്ഷേ ഞങ്ങളുടെ നാഥൻ എത്ര ക്രൂരനായിരുന്നാലും അവിടുത്തെ പാദം അദ്ദേഹത്തിൻ്റെ ഫടത്തിൽ വച്ചതു മുതൽ അദ്ദേഹത്തിൻ്റെ പ്രകൃതത്തിൽ മാറ്റം വന്നിരിക്കുന്നു. അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കുകയും ഞങ്ങൾക്ക് മംഗല്യഭിഷ തന്നെ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അദ്ദേഹത്തെ രക്ഷിക്കുകയും അദ്ദേഹത്തെ കൊണ്ട് മേലാൽ ഒരാൾക്കും ഉപദ്രവം വരാത്ത വിധത്തിലാക്കുകയും ചെയ്ത് അനുഗ്രഹിക്കണമേ. ഭഗവാൻ പ്രാർത്ഥന ചെവിക്കൊണ്ടു. കാളിയന് മാപ്പ് കൊടുത്തു. ഒരു താക്കീതോടെ ആഘോര ഫണീന്ദ്രനെ വിട്ടയച്ചു. മേലാൽ നീ അകാരണമായി ഒരാളെയും ഉപദ്രവിക്കരുത്. ഇനി സത്വഗുണപ്രധാനമായി ജീവിക്കൂ. നിനക്ക് യാതൊരു ഉപദ്രവവും വരികയില്ല എന്ന് ഞാൻ അനുഗ്രഹിക്കുന്നു. തൽഫലമായി പ്രതികാര വാഞ്ചയും ഉണ്ടാവുകയില്ല. നിന്റെ ഫണങ്ങളിൽ എൻ്റെ കാൽപ്പാടുകൾ പതിഞ്ഞിട്ടുള്ളതിനാൽ നിന്റെ ജന്മശത്രുവായ ഗരുഡൻ കൂടി മേലാൽ നിന്നെ ദ്രോഹിക്കുകയില്ല. പോയി ശാന്തിയോടെ ജീവിതം നയിക്കൂ. സായിറാം.